ഞാൻ ഫാദർ വർഗീസ് മണവാളൻ 1975 പുരോഹിതനായി, തുടർന്ന് പള്ളിപ്പുറം, ബസിലിക്ക ഇവിടങ്ങളിൽ സഹവികാരിയായി, തുടർന്ന് ചേരാനല്ലൂർ പൂപ്പടമ്പള്ളിയിലെ വികാരിയായി. ആ കാലഘട്ടത്തിലാണ് ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടർ എന്നുള്ള സ്ഥാനം എന്നിലേക്ക് വന്നത്. 87 വരെ അതിൽ സജീവമായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നത് ദൈവാനുഗ്രഹമായി ഇന്ന് കാണുന്നു. ഒരുപക്ഷെ എറണാകുളം അതിരൂപതയാണ് കുടുംബപ്രേക്ഷിത രംഗത്ത് വളരെ പ്രസക്തമായി പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. കുട്ടികളുടെ കാര്യത്തിലായാലും, യുവജനങ്ങളുടെ കാര്യത്തിലായാലും, ദമ്പതികളുടെ കാര്യത്തിലായാലും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ ഈ കരിസ്മരി നവീകരണ ശൈലിയിലൂടെ തന്നെ ആരംഭം കുറിക്കാൻ ഇടവന്നു. കുടുംബത്തിൻ്റെ കുട്ടികളെയും യുവാക്കളെയും ദമ്പതികളെയും പ്രത്യേകം ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ഇടവകളിൽ അവർക്ക് വേണ്ടുന്ന നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കുട്ടികളെ ക്രിസ്ത്യൻ ധ്യാനം എന്ന പേര് കൊടുത്തില്ലെങ്കിലും അത് ആരംഭിച്ചത് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. കുരുപ്പള്ളി ഇടവകയെ കേന്ദ്രീകരിച്ചാണ് ആദ്യത്തെ ധ്യാനം നടന്നതും നവീകരണ പ്രവർത്തനം നടന്നതും. യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രസക്തമായ കാര്യം, യുവജനങ്ങളെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി ജീസസ് യൂത്ത് എന്ന നിലവിലുണ്ടായിരുന്നു. ജീസസ് യൂത്തിൻ്റെ 2ാം നിര ആളുകളെ ട്രെയിൻ ചെയ്യുക എന്നതും കൂടി ഇതിനോടൊപ്പം നടന്നിരുന്നു. പലപ്പോഴും ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നതും ഒരുങ്ങുന്നതും രാത്രികാലങ്ങളിൽ യുവജനങ്ങളോടൊപ്പം ആയിരുന്നു. ഹോട്ടലിൽ ഇരുന്നാണ് പലപ്പോഴും അത് ചെയ്തുകൊണ്ടിരുന്നത്. ഹോട്ടലുകാർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരുക്കം കഴിഞ്ഞിട്ട് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ അവർ വാഷിംഗ് നടത്തിക്കൊണ്ടിരുന്നെങ്കിലും ഞങ്ങളെ ശല്യപ്പെടുത്തുമായിരുന്നില്ല. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഈ പ്രവർത്തനങ്ങളെല്ലാം വിജയം കണ്ടെത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തമ്പുരാൻ നയിച്ചു, തമ്പുരാൻ അനുഗ്രഹിച്ചു. 87 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവിക അനുഗ്രഹങ്ങൾക്കും ഈ സമയം പ്രത്യേകം നന്ദി പറയുന്നു.